ഇടുന്ന കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല മനസ്സിലായ എന്ത് മാമൻ ദോശ ഇടണേ? ഇത് ഞാൻ ചുട്ടാ ശരിയാവില്ലേ? എന്നാ ദോശ ചുടും, ഞാൻ ഇപ്പൊ വരാം. എവിടെ ഓടി പോണേ? ചേച്ചി ഇല്ല, ചേച്ചി അങ്ങ് പടവലത്ത് പോയി, എല്ലാം കുളമായി. കുട്ടാൻ ദോശ ഉണ്ടാക്കുന്ന ഓ മക്കളെ, മക്ക വേണോ ചൂട് ദോശ? ഞാൻ കഴിച്ചു, അമ്മായി ഉണ്ടാക്കി തന്നു. ആണോ? നിങ്ങൾ നെല്ല് കുട്ടാൻ ഉണ്ടാക്കി തരാം കേട്ടാ. ഇതെന്തോന്നു ദോശ ഇടണ? ഓ അതൊരു ലോകാത്ഭുതം പോലെ. ഗൾഫിലായിരുന്നപ്പോ ഞാനല്ലേ രാവിലെ എണീറ്റെല്ലാം ചെയ്യണേ. രാവിലെ എണീക്കും, എല്ലാം ചെയ്യുന്നൊന്നും പറയല്ലേ. ഞാൻ എണീറ്റ് ചെയ്ത് എത്രയോ ദിവസം ഉണ്ട്. ശ്രീ തുടങ്ങി വെക്കല്ലേ ഉള്ളൂ ചില ദിവസം. യോ എന്നെ അന്ന് ഓർപ്പിക്കല്ലേ മകളെ. ലച്ചു, ശിവ, എന്താ മാമ? അവിടെ വെച്ച് എന്നെ ഒരുപാട് പാടുപെടുത്തിയിട്ടുണ്ട്. ഒന്നും അതിലേക്കൊന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചുമ്മാ ഓവറായിട്ട് ബിൽഡപ്പ് ചെയ്ത് കാര്യം പറയല്ലേ. ഗൾഫ് എന്നെ സംബന്ധിച്ചിട്ട് ഒരു 2 അധ്യായമാണ്, അതിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇരുണ്ട അധ്യായം ഒന്നാ? ഗൾഫിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കിയത്. പിന്നെ എന്നെ പോലെ നിധിയെ കിട്ടി അവിടെ നിന്നല്ലേ. ആ നിധിയാണ് എന്റെ 2 അധ്യായം. ഗൾഫ് എനിക്ക് നല്ലത് തന്നിട്ടുള്ളൂ. മാമ, അവന് വിശക്കുന്നെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഉണ്ടാക്കി തരത്തില്ലേ ഫുഡ്? മാമൻ വരുമ്പോ ചൂടോടെ ഉണ്ടാക്കി തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഉണ്ടാക്കി വെക്കാന്. ദേ അവിടെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അതറിയാം, എന്നാലും ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു. കഴിക്കാത്തവർക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടാ. ഞാൻ കഴിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് അങ്ങ് ഉണ്ടാക്കി കഴിച്ചാൽ മതി. മാമോ, ഓ എന്തരാണ് അടുക്കള മാമ ഏറ്റെടുത്താ? സവാള കരിയണല്ലേ, ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണ്. എന്താണ് സംഭവം? തക്കാളിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചാ. തക്കാളിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. തക്കാളി ഉണ്ടോ? തക്കാളി ഫ്രിഡ്ജിലുണ്ടല്ലോ. തക്കാളി വിത്ത് ഓണിയൻ ഇന്ന് പൊളിക്കും നോക്കിയോ. പിന്നെ പുതിയ കണ്ടുപിടുത്തം. ഇത് നിന്റെ എല്ലാം കൂടെ വെട്ടിയിട്ടുള്ള അലമ്പ് കറിയല്ല, ഇത് വേറെ ലെവൽ ഓഫ് കറിയാണ്. അങ്ങ് ഗൾഫിൽ വെച്ചിട്ടേ മക്കളെ, ഗൾഫിൽ വെച്ചിട്ട് എന്നെ എന്തെല്ലാം തീറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ആ എന്ത് വന്നാലും കൊള്ളാന്ന് പറയണം. കൊള്ളൂല്ലെന്ന് പറഞ്ഞാൽ പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കും, മുടി കഴിച്ചിട്ട് ആടും. പല ആഹാരം കഴിച്ചിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട്. ഇത്രയും രാത്രി ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ മക്കളെ? ശ്രീ, മാമനെ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ സത്യമാവാനാണ് സാധ്യത. അമ്മയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. ശിവ, അല്ല, സാധ്യത മാത്രമേ ഉള്ളൂ. അയ്യോ ഒന്നും ആലോചിക്കാൻ വയ്യേ. പറഞ്ഞു ഏതറ്റത്ത് കയറി പോണെന്ന്. പല രാത്രിയും കിടന്ന് കരഞ്ഞിട്ടുണ്ട് പോലും. ഗൗരി നിങ്ങൾ പൊക്കോ, എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ. പിന്നെ ഭയങ്കര കോൺസെൻട്രേഷൻ. എന്നാ പിന്നെ മാമൻ ഇവിടുന്ന് പണിയെടുക്ക്, ഞങ്ങൾ അപ്പുറത്ത് നിൽക്കാം. വാ, ഇക്ലിയാക്ക്. വാ, ഇക്ലിയാക്ക്. എന്തോ നിക്കളിയാക്കുന്നു? ഇക്ലിയാക്ക്. വിട്. നീ എന്താന്ന് വിചാരിച്ചേ? എന്റെ പിള്ളേരാണത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.